നോക്കാന്നല്ലേ? നമ്മൾ കഴിഞ്ഞ ദിവസം വവൽസ് പറഞ്ഞു. വവൽസിലെ ഫസ്റ്റത്തെ വവല് ഏതായിരുന്നു? എ. എന്റെ സൗണ്ട് നമ്മൾ പറഞ്ഞു ആ ആ എ അല്ലേ? അപ്പൊ കുറച്ച് ഫസ്റ്റ് നമ്മള് എ കുട്ടിയുള്ള കുറച്ച് വാക്കുകൾ, എയിൽ തുടങ്ങുന്ന കുറച്ച് വാക്കുകൾ പഠിച്ചു. പിന്നെ മറ്റക്ഷരങ്ങളുടെ കൂട്ടത്തില് എ എന്ന അക്ഷരം വന്നാല് എങ്ങനെയാണ് സൗണ്ട് വരുന്നതാണ് നമ്മൾ പഠിക്കുന്നത് അല്ലെ? ഇനി അടുത്തതാണ് എച്ച്. എച്ച് എന്ന് പറഞ്ഞ അക്ഷരത്തിന്റെ സൗണ്ട് എന്താ? ഹ് ഹ്. ഹ അല്ല, ഹ് എന്നാണ്. എച്ചിന്റെ സൗണ്ട് ഹ്. അപ്പൊ ഹേന്റെ കൂട്ടത്തില് എന്റെ സൗണ്ട് എന്താണെന്ന് നമുക്കറിയാം. ആ ഇട്ടാൽ എന്താവും? ഹ അല്ലെ? ഹ് എന്നുള്ള സൗണ്ടിന്റെ കൂട്ടത്തില് ആ ഇട്ടാല് ഹ. അപ്പൊ നമുക്ക് എച്ചിന്റെ കൂട്ടത്തില് എ ഇട്ടാൽ എന്തായി സൗണ്ട്? ഹാന്നാവും അല്ലെ? ഹാന്നാവും. പിന്നെ എക്ക് ആയിന്റെ സൗണ്ട് ആണ് എന്തായിരിക്കും വരുന്നത്? ഹ. എക്ക് എന്റെ സൗണ്ട് ആണെങ്കിലോ ഹേ. ഇങ്ങനെ 3 സൗണ്ടുകളാണ് വരുന്നത് അല്ലെ? മനസ്സിലായോ? അത് എച്ചിന്റെ സൗണ്ട് ഏതായിരുന്നു? ഹ് ഹ്. ഈ ഹേന്റെ കൂട്ടത്തില് എ ഇട്ടാല്, എച്ച് കഴിഞ്ഞിട്ട് എ ഇട്ടാല് ഹ് പ്ലസ് ആ ഹ, ഇല്ലെങ്കില് ഹാ, ഇല്ലെങ്കില് ഹേ. ഇങ്ങനെ 3 രീതിയിൽ സൗണ്ടുകള് വരും. നോക്കിയോ? എച്ച് എ. എച്ച് എ എന്താ വായിക്കുന്നത്? ഒന്നീ ഹാ വരും, ഹാ വരും, ഇല്ലെങ്കിൽ ഹേ എന്ന് വരും അല്ലെ? ഇവിടെ എച്ച് എ ബി ഐ ടി. ഹാ ബിറ്റ്. ബിറ്റ് ബി ഐ ടി ബിറ്റ്. ഹാബിറ്റ് അല്ലെ? ഹാബിറ്റ്. ഹാബിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? ശീലം അല്ലെ? ഹാബിറ്റ് എന്ന് പറഞ്ഞാല് ശീലം. വായിക്കാൻ പഠിച്ചോ? എച്ച് എ വരുന്നത് ഇവിടെ എ സൗണ്ട് അല്ല, ആ സൗണ്ട് അല്ല, ആ സൗണ്ട് ആണ് വരുന്നത്. എച്ച് എ ഹാ ബിറ്റ്. ഹാബിറ്റ് ശീലം. അടുത്ത് നോക്കിയോ? എച്ച് എ എൽ എഫ്. ഹാഫ്. ഹാഫ് എന്ന് പറഞ്ഞാല് പകുതി അല്ലെ? അടുത്ത് നോക്കിയോ? എച്ച് എ എൽ എൽ. ഹായ്. മനസ്സിലായോ? ഹ പ്ലസ് ആ ഹാ അല്ലെ? ഹാ ഹായ് അല്ലെ? ഹാ എന്ന് പറഞ്ഞാൽ വിശാലമായ വലിയ മുറി. നോക്കിയേ, എച്ച് എ എം എം ഇ ആർ. എച്ച് എന്ന് പറയുമ്പോ ഹ, എം എം ഹം, ഇ ആർ എർ. ഹ മ എർ. ഹാമർ അല്ലെ? എച്ച് എ എം എം ഇ ആർ. ഹ മർ. ഹാമർ. നമുക്ക് അടുത്തത് എച്ച് എ. എച്ച് എന്ന് പറഞ്ഞാൽ ഹ, എൻ ഹാൻ, ഡി ഡ്. എച്ച് എ എൻ ഡി ഹാൻഡ്. എന്തെന്നാ വായിക്കുന്നത്? ഹാൻഡ്. ഹാൻഡ് എന്ന് പറഞ്ഞാൽ കൈ. ഒന്ന് വായിച്ചേ. എച്ച് എ ബി ഐ ടി. ഹ ബിറ്റ്. എച്ച് എ എൽ എഫ്. ഹ എല് സൈലന്റ് ആയിട്ട് വരുള്ളൂ. ഹാഫ് കേട്ടോ. എച്ച് എ എൽ എൽ ഹാൾ. എച്ച് എ എം എം ഇ ആർ. ഹ മ എർ. ഹാമർ അല്ലെ? എച്ച് എ എൻ ഡി ഹാൻഡ്. ഓക്കെ, നോക്കി. അതുപോലെ തന്നെ എച്ച് എ വി ഇ. ഹാവ്. എച്ച് എ ഹാ വി ഇ വ്. ഹാവ്. ഹാവ് എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? ഐ ഹാവ് എ പെൻ. ഉണ്ട്. നമ്മുടെ അടുത്ത് ഉണ്ട് ഉണ്ട് എന്ന് പറയാൻ ഉപയോഗിക്കുന്ന വാക്കാണ് ഹാവ്. എന്റെ അടുത്ത് ഉണ്ട്. ഐ ഹാവ് എ പെൻ. ഇതെന്താ? ഹാസ്. എച്ച് എ എസ്. ഹാസ്. ഹാസ് എന്ന് പറഞ്ഞാലും എന്താ അർത്ഥം? ഉണ്ട്. അപ്പൊ ഹാവ് എന്ന് പറഞ്ഞാലും ഉണ്ട്, ഹാസ് എന്ന് പറഞ്ഞാലും ഉണ്ട്. ഇത് രണ്ടിന്റെ അർത്ഥം ഉണ്ടെന്ന് തന്നെയാണ്. ഓക്കെ, ബാക്കി അതിനെ കുറിച്ച് നമുക്ക് പിന്നെ പഠിക്കാം. നോക്കിയോ? അടുത്ത് എച്ച് എ ഡി. ഹാഡ്. ഹാഡ് എന്ന് പറഞ്ഞാലോ ഉണ്ട്. ഉണ്ടെന്ന് പറഞ്ഞാൽ ഇപ്പൊ ഉണ്ടെന്നല്ലേ? നേരത്തെ ഉണ്ടായിരുന്നു എന്ന് പറയണെങ്കിലോ? ആദ്യം എനിക്കൊരു വണ്ടി ഉണ്ടായിരുന്നു. ഐ ഹാഡ് എ കാർ. എനിക്കൊരു കാർ ഉണ്ടായിരുന്നു. ഉണ്ടായിരുന്നു. ഹാഡ് എന്ന് പറഞ്ഞാല് മുമ്പ് ഉണ്ടായിരുന്നു. ഇപ്പൊ ഉണ്ടെന്നാണോ? ഇപ്പൊ ഇല്ല, പക്ഷെ മുമ്പ് ഉണ്ടായിരുന്നു. അപ്പൊ ഹാവ് വിട്ടിട്ട് നമ്മൾ പഠിച്ചു. ഹാവ്, ഹാസ്, ഹാഡ്. ഏകദേശം ഇതിനെല്ലാത്തിനും ഒരേ അർത്ഥമാണ്. നമുക്ക് ഹാവ് എന്ന് പറഞ്ഞാല് ഉണ്ട് അല്ലെ? ഹാസ് എന്ന് പറഞ്ഞാലും ഉണ്ട്. ഹാഡ് എന്ന് പറഞ്ഞാല് ഉണ്ടായിരുന്നു അല്ലെ? ഇതെല്ലാം ഹ ഹ ഹ എച്ച് എ എച്ച് എ ഹ ഹ ഹ കൂട്ടിയിട്ടുള്ള വാക്കുകളല്ലേ? ഇനി നോക്ക്, ഈ എക്ക് എ സൗണ്ട് ആണെങ്കിലും നോക്കിയോ? എച്ച് എ ഐ എൽ. അത് ഹൈലല്ല, ഹെയിൽ എന്നാ വായിക്കുന്നത്. ഹെയിൽ. എച്ച് എ ഹെ ഐ എൽ. ഹെയിൽ. ഹെയിൽ. ഹെയിൽ എന്ന് പറഞ്ഞാല് ആലിപ്പഴമാണ്. എച്ച് എ ഐ എൽ. ഹെയിൽ. ആലിപ്പഴം. അതുപോലെ നമ്മുടെ തലമുടിക്ക് എന്താ പറയുന്നത്? എച്ച് എ ഐ ആർ. അതും ഹയർ അല്ല,
ഹെയർ ഹെയർ അല്ലേ HAIR ഹെയർ. എച്ച് പഠിച്ചോ? എച്ചിന്റെ സൗണ്ട് ഹ് ഹ് സൗണ്ട്. എച്ച് എന്ന അക്ഷരത്തിന്റെ സൗണ്ട് ഹ് സൗണ്ട് ആണ്. അതിന്റെ കൂട്ടത്തില് എ വരുമ്പോ ഹ ഹ അല്ലെങ്കിൽ ഹെ ഇങ്ങനെ 3 സൗണ്ടാണ് വരുന്നത്. വാക്കുകൾ ഒന്നുകൂടെ നോക്കുക. ഹാബിറ്റ്, ഈ വാക്ക് നിങ്ങൾ പഠിക്കുക, ഇതിന്റെ അർത്ഥങ്ങൾ കുറച്ച് പഠിക്കുക. നമുക്ക് ഹാബിറ്റ്, ഹാഫ് ഹാബിറ്റ് അറിയാലോ, ശീലം. ഹാഫ് എന്ന് പറഞ്ഞാൽ അറിയാലോ, പകുതി. ഹാ എന്ന് പറഞ്ഞാൽ അറിയാലോ. പ്രശ്നം ജെ, ജെന്റെ സൗണ്ട് ജ് എന്നാണ്. ജെ എന്ന അക്ഷരത്തിന്റെ സൗണ്ട് ജ് എന്നാണ്. അപ്പൊ ഈ ജെന്റെ കൂട്ടത്തില് നമ്മൾ ഫസ്റ്റത്തെ വവലായ എ ആയിട്ട് എന്താ വരുന്നേ? ജ് പ്ലസ് ആ, ജ് ജ ജ എന്ത് സൗണ്ടാ വരുന്നേ? ജ. പിന്നെ ജെ പ്ലസ് ആ, ജ. ജെ പ്ലസ് എ, ജെ. ജ ജ ജെ. ഇങ്ങനെ ജെന്റെ കൂട്ടത്തിൽ എ ഇട്ടാൽ 3 സൗണ്ട് കിട്ടും. ജാന്ന് കിട്ടും, ജാന്ന് കിട്ടും, ജെന്ന് കിട്ടും. നോക്ക് ഒരു വാക്ക് JAB. ജെ എന്ന് പറഞ്ഞാ ജ, ബി ആവുമ്പോ ബ്, ജാബ്. ബിന്റെ സൗണ്ട് നമ്മൾ നേരത്തെ പഠിച്ചു. JAB ജാബ്. ജാബ് എന്ന് പറഞ്ഞാ എന്താ? കുത്തുക, തുളയ്ക്കുക. ജാബ്, JAB ജാബ്. നമുക്ക് JAM, ജെ ജ എം ഇം. എമ്മിന്റെ സൗണ്ട് അല്ലേ? ജാം, JAM ജാം. നമുക്ക് JAR, ജ നമുക്കറിയാം. ആറിന് വരുമ്പോ JAR ജാർ, ജാബ് ജാം ജാം. ഇനി എന്റെ സൗണ്ട് വരുന്നില്ലേ? എന്റെ സൗണ്ട് ഉണ്ടല്ലോ. നോക്ക് JAIL, ജെ എ സൗണ്ട് വന്നു. ജെ പ്ലസ് എ, ജെ IL ഇൽ, ജയിൽ. എന്താ? ജയിൽ, ജയിൽ. മനസ്സിലായോ? ജെന്റെ പഠിച്ചോ? ജെന്റെ സൗണ്ട് ജ എന്നാണ്. ജെന്റെ കൊടുത്ത് എ വരുമ്പോ ജ ജ ജെ. ജാബ് ജാം ജാർ ജെ. അടുത്ത അക്ഷരം നോക്കാം. മനസ്സിലായല്ലോ? എച്ച് മനസ്സിലായോ? എച്ചിന്റെ സൗണ്ട് ഹ്, ജെന്റെ സൗണ്ട് ജെ. അടുത്തത് കെ. കെന്റെ സൗണ്ട് ക് ക്. എന്താ? ക്. കെന്റെ സൗണ്ട് എന്താ? കെന്റെ കൂട്ടത്തിൽ ആയിട്ട് എന്താവും? കാന്നാവും അല്ലേ? കെന്റെ കൂട്ടത്തിൽ ആയിട്ടാ കാവും. കെന്റെ കൂട്ടത്തിൽ ആ, എന്റെ സൗണ്ടാണ് കേട്ടോ പറയുന്നത്. കെന്റെ കൂട്ടത്തിൽ ആന്നിട്ടാല് കാ, കെന്റെ കൂട്ടത്തിൽ ഏട്ടാലോ. ഇങ്ങനെ 3 സൗണ്ടുകള് കെന്റെ കൂട്ടത്തിൽ ഏട്ടാ കിട്ടും അല്ലേ? കാ കാ കെ അല്ലേ? നോക്കിയോ, ഇവിടെ നമുക്ക് കാര്യമായിട്ട് വേഴ്സ് ഇല്ല. നമുക്ക് ഇവിടെ എന്താ? KNGAROO, കൻ KN കൻ ഗാരു, കങ്കാരു. എന്താ? കങ്കാരു. അപ്പൊ കെന്റെ കൂട്ടത്തില് ഏടുമ്പോ എന്താ സൗണ്ട്? എന്തൊക്കെ സൗണ്ടാ കിട്ടുന്നേ? അടുത്ത അക്ഷരം നോക്കാം. അടുത്താണ് എല്ല്. എല്ലിന് കുറച്ച് സൗണ്ട്സ് കൂടുതലുണ്ട്. ഒന്നാമത്തെ സൗണ്ടാണ് ല്. ല് എല്ല് എല്ല് ല് ല്. എന്ത് സൗണ്ടാ? ല്. അതുപോലെ ള് ള് ല് ള്. പിന്നെ ഇൽ ഇൽ അല്ലേ? ഗേൾ ഇൾ ഇൾ ല് ഇൽ ഇൾ. എന്തൊക്കെ സൗണ്ടാ? ല് ല്. എല്ലിന്റെ സൗണ്ട് ല് ള് ഇൽ ഇൽ. ഇതൊക്കെയാണ് എല്ലിന്റെ സൗണ്ട്. നോക്കാം. ഫസ്റ്റ് എല്ലിന്റെ കൂട്ടത്തിൽ നമ്മൾ എന്തിടുന്നു? എല്ലിന്റെ അപ്പുറത്ത് എന്തിടുന്നു? നമ്മളെ ഫസ്റ്റത്തെ വവലായ എ ഇടുന്നു. അപ്പൊ എന്തൊക്കെയാ കിട്ടുന്നത് നോക്കാം. ഒന്നെങ്കില് ലാ, ല പ്ലസ് ആ ല, ല പ്ലസ് ആ ലാ, ല പ്ലസ് എ ലെ. ഓക്കെ, നോക്ക്. LAB. എൽ എന്ന് പറഞ്ഞാ ലാ, ബ് ബ്. ബിന്റെ സൗണ്ട് ബ്. LAB ലാബ്. ലാബ് എന്ന് പറഞ്ഞാ അറിയാം. ബ്ലഡ് ഒക്കെ പരിശോധിക്കുന്ന സ്ഥലമല്ലേ ലാബ്. നോക്ക്. LAMB. വായിച്ചു നോക്ക്. LA ലാ, എം ലാം, ബ് ലാംബ്. ബിന്റെ സൗണ്ട് ബ് അല്ലേ? LAM ലാം, ബി ബ്. ലാംബ് എന്ന് പറഞ്ഞാ എന്താ? ആട്ടിൻകുട്ടി, കുഞ്ഞാറ് അല്ലേ? ലാബ് ലാംബ്. നോക്ക് അടുത്ത വാക്ക്. LAR. LA എന്ന് പറഞ്ഞാൽ ലാ, LAR ലാർ, GE ലാർജ്, LARG ലാർജ് എന്ന് പറഞ്ഞാൽ വലിയ അല്ലേ? അടുത്ത നോക്ക്. LAST. LA ലാ, ST സ്റ്റ് അല്ലേ? LAST ലാസ്റ്റ്. ലാസ്റ്റ് എന്ന് പറഞ്ഞാൽ ലാസ്റ്റത്തെ, അവസാനത്തെ അല്ലേ?
വാക്കൊന്ന് വായിച്ചോ. LAB ലാമ്പ്. LAB വായിക്ക്. ലാമ്പ്. LARGE ലാർജ്. LAST ലാസ്റ്റ്. ഇനി എന്റെ സൗണ്ട് നോക്കിയോ. എന്റെ സൗണ്ട് ആണെങ്കിൽ LADY ലാഡി അല്ല ലേ 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 ല പ്ലസ് എ ലേ ലേ DY ഡി ലേഡി. എന്താ ലേഡി അറിയാലോ. LAME ലൈം. ലൈം എന്ന് പറഞ്ഞാ എന്താ. മുടന്ത്. നടക്കാനൊക്കെ ഉള്ള ബുദ്ധിമുട്ടില്ലേ. മുടന്ത്. ലൈം എന്ന് പറഞ്ഞാ മുടന്ത്. LADY ലേഡി അല്ലേ. LAME ലൈം. LAY ലേ ലേ LAY ലേ ലേ എന്ന് പറഞ്ഞാല് വെക്കുക. ഓക്കെ ലേ വെക്കുക കിടക്കുക ലേ. അടുത്ത നോക്കുക. LATE ലേറ്റ്. ലേറ്റ് എന്ന് പറഞ്ഞാ എന്താ. നമ്മൾ ലേറ്റ് ആയി സ്കൂളിൽ പോകാൻ ലേറ്റ് ആയി എന്നൊക്കെ പറയില്ലേ. അപ്പോ നോക്ക് എല്ലിന്റെ കൂട്ടത്തില് എ സൗണ്ട് വന്നപ്പോ എന്റെ എ സൗണ്ട് വന്നപ്പോ LADY ലേഡി. LAME ലൈം. LAY ലേ. LATE ലേറ്റ്. നമ്മൾ നോക്കിയോ. ഇതേത് മനസ്സിലാവുന്നുണ്ടോ. എച്ചിന്റെ സൗണ്ട് ഹേ സൗണ്ട്. എച്ചിന്റെ കൂട്ടത്തിൽ ആ വരുമ്പോ എ വരുമ്പോ എന്തൊക്കെ സൗണ്ടാ വരുന്നേ. അടുത്തത് ജെന്റെ കൂട്ടത്തില് ജെന്റെ സൗണ്ട് ജെന്റെ കൂട്ടത്തിൽ ആ വരുമ്പോ എ വരുമ്പോ ജെ. അടുത്തത് കെന്റെ സൗണ്ട് കെ. അടുത്തത് എല്ലിന് കുറച്ച് സൗണ്ടുകളുണ്ട്. എന്തൊക്കെയാ. ഇല്ല്. നോക്ക് എല്ലിന്റെ കൂട്ടത്തിൽ എ വരുമ്പോ ഏതൊക്കെ സൗണ്ടാ വരുന്നേ കൂടുതലേ. ല പ്ലസ് ലാ ലേ. കൂടുതൽ ആ സൗണ്ടുകളാണ് വരുന്നത്. ഓക്കെ അല്ലേ.